കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാനീയ ദേവദാസി, ശബ്ദപരിധിയിൽ വിവിധ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദുസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ ആയുസ്സും ആരോഗ്യവും തന്ന് നമ്മളെ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ദൂതിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം, പൗലോസ് ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം, അതിന്റെ 15-ാം അധ്യായം 57-ാം വാക്യം. 1 Corinthians chapter 15 verse 57. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യം ഞാൻ വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 18 വേഴ്സ് 19. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അതിങ്ങനെയാ കൊടുത്തിരിക്കുന്നത്: നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഒരിക്കൽ കൂടെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുന്നു. നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ രണ്ട് വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആലോചനയും അരുളപ്പാടും കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ആയുസ്സിലെ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ജയിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ സാധാരണ സാത്താന്യ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയാറുണ്ട്: നീ എന്റെ മുൻപിലുള്ള എല്ലാ വഴികളിലെയും വെളിച്ചങ്ങൾ ഇരുട്ടാക്കിയാലും ഞാൻ ഇരുട്ടിലാകുകയില്ല. അതിന് കാരണം ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ സംഗ്രഹിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനം, കഴിഞ്ഞ നാളുകളിൽ എന്നോട് സംസാരിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനം. നീ ഇരുട്ട് വ്യാപരിപ്പിക്കുമ്പോൾ ആ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമായി മാറും. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെച്ചാൽ, ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പിശാച് ഇരുട്ട് വെളിപ്പെടുത്തിയാൽ, വെളിച്ചങ്ങളെ അസ്തമിപ്പിച്ചാൽ, ആ വെളിച്ചങ്ങളെ കെടുത്തിയാൽ നമ്മൾ ആരും ഇരുട്ടിലാകുകയില്ല. കാരണം നമ്മളെ നടത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാപിച്ചിട്ടുള്ള ദൈവവചനം നമ്മുടെ കാലിന് ദീപമായിട്ട് മാറും, നമ്മുടെ വഴികളിൽ പ്രകാശമായിട്ട് മാറും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ സമയത്തും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കാൻ പോകുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യത്തിൽ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം പൗലോസ് ലീഹ പറയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 15-ാം അധ്യായം കൊരിന്ത്യർക്കെഴുതിയ ലേഖനം നമുക്കറിയാം. അതിന്റെ പശ്ചാത്തലങ്ങളൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്കത് സുപരിചിതമാണ്. ജീവിതത്തിൽ പെശക് പറ്റിയ കൊരിന്തിലുള്ള വിശ്വാസികളെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം. ജീവിതത്തിൽ ഒത്തിരി പെശകുകൾ അവരുടെ ജീവിതത്തിൽ പറ്റുന്നു. അവർ വിശ്വാസത്തിൽ ബലവാന്മാരാണ്, വചനത്തിൽ നല്ല കാര്യപ്രാപ്തി ഉള്ളവരാണ്, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നതിൽ വളരെ പ്രശംസനീയമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, സഭാപരമായ ജീവിതമൊക്കെ അനുഗ്രഹമാണ്. കൊരിന്ത്യരുടെ സഭ എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്, കൃപാവരങ്ങളെല്ലാം നിറയപ്പെട്ട ഒരു സഭയാണെന്ന് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ 1-ാം അധ്യായത്തിൽ പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. സംഗതിയൊക്കെ സത്യമാണെങ്കിലും ജീവിതത്തെ ക്രമീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ആത്മീയ ജീവിതം ആരാധനയോടുള്ള ബന്ധത്തിലൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ജീവിത ക്രമീകരണങ്ങളിൽ താളപ്പിഴകൾ പറ്റുകയാണ്. ധാർമ്മിക മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നത് കൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് പൗലോസ് ലീഹ എഴുതുകയാണ്: നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്നും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇത് ചോദിക്കുന്നത് ആത്മീയമായി അധപതനത്തിൽ പോയ ഒരു ഗ്രൂപ്പിനോടല്ല,
ആത്മീയമായി വളരെ മുന്നേറ്റത്തിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനോടാണ് ചോദിക്കുന്നത്. വളരെ കൃപാവരങ്ങൾ നിറഞ്ഞ് അത് ജ്വലിപ്പിച്ച് ആരാധനയിൽ മുൻപോട്ട് പോകുന്ന ഒരു സഭാപരമായ ജീവിതം നയിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളോടാണ് ചോദിക്കുന്നത്, വിശ്വാസ സമൂഹത്തോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ ആ അറിവ്, ഏറ്റവും വലിയ തിരിച്ചറിവില്ലാതെ ആത്മീയ ജീവിതത്തെ ഇങ്ങനെ താളത്തോടെ പൊലിപ്പോടെ തൊങ്ങലോടെ ഒക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. വിശ്വാസത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവോ, നിലനിൽക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ. പണ്ട് നല്ലതായിരുന്നു, ആ പാരമ്പര്യം ഇങ്ങനെ തുടർന്നു വരികയാണോ, ആ ചടങ്ങ് പോലെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണോ? നിങ്ങൾ സ്വയം ഒന്ന് ശോധന ചെയ്യണം. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തെ, അതാണ് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, അവനവൻ ശോധന ചെയ്യണം. പലപ്പോഴും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാത്ത പൗലോസ് പറയുന്നുണ്ട്, അവനവൻ ശോധന ചെയ്തിട്ട് വേണം മുൻപോട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുപോകാൻ. വിശ്വാസത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? പരീക്ഷിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്യണം. നിങ്ങൾക്ക് വിശ്വാസം ഈ പണ്ട് ഇറങ്ങിയപ്പോഴുണ്ടായിരുന്നു, അതിന്റെ ആവേശമുണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയാതെ മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ അതിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ വീണുപോയി എന്നുള്ളതാണ് അർത്ഥം. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. 4 കാര്യങ്ങളോടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഉറപ്പുവരുത്തണം. അതാണ് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ ആലയം നിങ്ങളാണ്, ദൈവം വസിക്കുന്നത് നിങ്ങളിലാണ്, നിങ്ങളെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ബോധ്യം ഉണ്ടാകണം, അത് വിശ്വസിക്കണം. എന്റെ കൂടെ ദൈവമുണ്ട്. ആരാധനാലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, ശുശ്രൂഷകളിൽ മാത്രമല്ല, കൃപാവരം ജ്വലിപ്പിക്കുമ്പോൾ മാത്രമല്ല, പാട്ടുപാടുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ദൈവ പൈതലിന്റെ കൂടെ ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളെ നടത്തുവാൻ ഒരു പരിശുദ്ധാത്മാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഒന്നാമത് അതിൽ ഉറപ്പുവരുത്തണം, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അത് നിങ്ങൾ വിശ്വസിക്കണം, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞത് മത്തായി 28 പറയുന്നത്, ശിഷ്യന്മാരോട് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഒന്ന്, ദൈവം നമ്മുടെ കൂടെ, ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത്, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കണം. എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ ദൈവം എന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരു കരുത്തുറ്റ ദൈവമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആരെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി താമസിക്കുന്നത് കൊണ്ട് ആ നിരാശപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല, അതിൻ്റെതായ നിരാശയിലായിരിക്കുന്നെങ്കിൽ, അയ്യോ ഇനി അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളെ ഭരിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നും. രണ്ടാമത്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ, സകല വിഷയങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്റെ അകത്തെന്റെ ദൈവമുണ്ട്, എന്റെ പുറമെയുള്ള സകല ആവശ്യങ്ങൾക്കും എന്റെ കർത്താവ്, എന്റെ അകത്തുള്ള ദൈവം മതിയായവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ ഒന്ന്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. രണ്ടാമത്, ദൈവത്തിന്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം. അവന്റെ ശക്തി, അബ്രഹാമിനോട് ഒരിക്കൽ പറഞ്ഞു, 24 വർഷമായി ദൂത് കേട്ടിട്ട്, വാഗ്ദത്തം കേട്ടിട്ട്, തലമുറ ഉണ്ടാകുമെന്ന് കേട്ടിട്ട്, പക്ഷെ 24ാമത്തെ വർഷം അബ്രഹാം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെത്താനെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ ശരീരം ബലഹീനമായി മാറി. അദ്ദേഹം ഭാര്യയെ സാറയെ നോക്കിയപ്പോൾ അവളുടെ ശരീരം നിർജീവമായി എന്ന് കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി, ഇനി ഒരു തലമുറ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല, അതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല എന്ന് ബോധ്യം വന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം പ്രത്യക്ഷനായി എന്നാ പറയുന്നത്. പെട്ടെന്ന് ദൈവം പ്രത്യക്ഷനായിട്ട് അവരെ നോക്കിക്കൊണ്ട് പറയാണ്, അബ്രഹാമേ, നീ കണ്ടതും കേട്ടതും ഒക്കെ സത്യമാ, നിനക്ക് ശക്തിയില്ലെന്നുള്ളതും നിന്റെ ഭാര്യയുടെ ശരീരം നിർജീവമായതുള്ളതും എല്ലാം സത്യമാണ്. പക്ഷെ നിന്നോട് ദൂത് പറഞ്ഞ, നിന്നോട് വാഗ്ദത്തം പറഞ്ഞ എന്നെ നീ ഒന്ന് നോക്ക്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദൂത് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം, നിങ്ങൾക്ക് ശക്തിയില്ലായിരിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം. ആ 38 വർഷമായി കുളക്കടവിൽ കിടന്നവൻ പറഞ്ഞതുപോലെ, എനിക്ക് കഴിവില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, സത്യമായിരിക്കാം. പക്ഷെ നിന്റെ മുൻപിൽ വന്നിരിക്കുന്നവന്
നിന്നോട് ദൂത് പറഞ്ഞിട്ടുള്ളവന്, നിന്നോട് സംസാരിക്കുന്നവന് അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവന്റെ ശക്തിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. നിന്റെ സകല വിഷയങ്ങളും പരിഹരിക്കുവാൻ അവന് കഴിവുണ്ടെന്ന് ഒരു ദൈവ പൈതൽ വിശ്വസിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ ഈ വചനത്തെ വിശ്വസിക്കണം. മാറ്റമില്ലാത്ത ഈ തിരുവചനത്തെ ദൈവമക്കൾ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. വിടുതൽ നടക്കണമെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ, മൂന്നാമത് വിശ്വസിക്കേണ്ട ദൈവത്തിന്റെ വചനത്തില. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ മാറാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹല്ലേലൂയ, നല്ല 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 ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് സുഖകരമായി ജീവിച്ചു കൊണ്ടിരുന്ന, രാത്രിയിൽ സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്ന ഹല്ലേലൂയ പാവം പിടിച്ച മനുഷ്യര് നേരം വെളുത്തപ്പോൾ എവിടെയാണെന്ന് അവർക്കറിയാതെയായി പോയി. അതിൽ പലരും, എത്രയോ കുടുംബങ്ങൾ കാണാനില്ല. ഹല്ലേലൂയ, അവരെവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. പലതിന്റെയും ശരീരഭാഗങ്ങൾ നമുക്ക് കണ്ടു, കേട്ടു. വളരെ ദുഃഖകരമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി മാറും, ആകാശം മാറും, പക്ഷെ മാറുകയില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെയും നിന്നെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ ശബ്ദത്തിന്, ദൈവത്തിന്റെ അരുളപ്പാടിന്, ദൈവത്തിന്റെ ആലോചനയ്ക്ക്, ഈ 66 പുസ്തകത്തിന് ഒരു മാറ്റവുമില്ല. അത് നീ വിശ്വസിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ്. അതിപ്പോ ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കണം. രണ്ടാമത്, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കണം. മൂന്നാമത്, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. നാലാമത്, ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി കരുതുവാൻ ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കുഞ്ഞെ ആകാശത്തിലേക്ക് നോക്ക്, ആ പറക്കുന്ന പറവകളെ നിങ്ങൾ നോക്ക്. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല. എന്നാൽ അതിനും അതതിന്റെ തലമുറയ്ക്കും അതതിന്റെ ആഹാരം കൊടുക്കുവാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവം അവന്റെ മക്കളായ നമുക്ക് വേണ്ടി കരുതാതിരിക്കും. വേറെ ഭാഗത്ത് പറയുന്നു, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും, നിനക്ക് ആവശ്യമുള്ളതൊക്കെയും നിന്റെ കൂടെ വരും, നിന്റെ പുറകെ വരുമെന്ന് പറയുന്ന, നന്മയും കരുണയും ഒക്കെ നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരുമെന്ന് പറയുന്ന ഈ ദൈവത്തിന്റെ വചനത്തിൽ നീ വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിക്കണം ഒരു ദൈവ പൈതൽ. നാലാമത് വിശ്വസിക്കേണ്ട കാര്യമാണ് ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിക്കണം. അഞ്ചാമത് വിശ്വസിക്കേണ്ട കാര്യം ദൈവത്തിന്റെ സംരക്ഷണതയിൽ വിശ്വസിക്കണം. അവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്. അവന്റെ സംരക്ഷണത്തിൽ നീ വിശ്വസിക്കണം. അവൻ അറിയാതെ, എന്റെ അകത്തിരിക്കുന്ന എന്റെ ദൈവം, എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കുന്ന ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിന് പിൻപിൽ ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. ഈ 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തിൽ ആരിൽ നിലനിൽക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ അതൊന്നുകൂടെ കാണാതെ പഠിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ആവർത്തിച്ച് പറയാം. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തിലാകട്ടെ, കാറിലാകട്ടെ, വേറൊരു ഭാഗത്തു നിന്നായിരിക്കട്ടെ, എവിടെ നിന്ന് നിങ്ങൾ വചനം കേട്ടാലും ഈ 5 കൂട്ടം കാര്യങ്ങൾ ഉറപ്പുവരുത്തി മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? രണ്ടാമത്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മൂന്നാമത്, ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഉറപ്പുണ്ടോ? 4, അവന്റെ കരുതലിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 5, അവന്റെ സംരക്ഷണത്തിൽ അവൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ബോധ്യത്തോടു കൂടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളെ നിരാശപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ 15-ാം അധ്യായത്തിൽ മരണത്തെക്കുറിച്ചും മരണത്തിൽ നിന്ന് പിന്നീടുള്ള പുനരുത്ഥാനത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞിച്ച് മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിനെ ഒന്ന് വരച്ച് കാട്ടിയിട്ട് പറയുകയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മരണത്തെയും പാതാളത്തെയും ഒക്കെ ജയിച്ച യേശുക്രിസ്തു മുഖാന്തരം അവൻ നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ജയം തരുന്ന ഒരു ദൈവത്തെ നമുക്കറിയാം. ഹല്ലേലൂയ. എല്ലാ മണ്ഡലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന, മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ആ വിഷയങ്ങളിലൊക്കെ പരിഹാരം വരുത്തുന്ന ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പരിചയപ്പെടുത്തുകയാണ്, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ജയം തരുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. ജയം തരുന്ന ഒരു ദൈവമുണ്ട്. അവരെ ആരാധിക്കുന്ന ദൈവത്തിന് അവരവരുടെ വിഷയത്തിന് പരിഹാരം വരുത്തി തരുവാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ലോക മനുഷ്യരെല്ലാം ദൈവങ്ങളെ ആശ്രയിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, പുതിയ നിയമ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തൊരു വെളിപ്പാടുണ്ട് ആ വാക്യത്തിനകത്ത്. അതെന്താണെന്നറിയാമോ? ആ ദൈവം ജയം നൽകുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം ദൂത്.
ദൈവസഭയ്ക്ക് പ്രത്യേകമായി കിട്ടിയിരിക്കുന്ന വെളിപ്പാട് എന്താന്ന് ചോദിച്ചാൽ, ദൈവം ജയം തരുന്ന ദൈവമാണ്. പക്ഷേ ആ ജയം ദൈവം തരണമെങ്കിൽ അത് ത്രൂ ആരിലൂടെ ആയിരിക്കും എന്നറിയാമോ? പുത്രനായ നമ്മുടെ കർത്താവായ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു മുഖാന്തരമാണ്. യേശുക്രിസ്തുവിനെ മാറ്റിക്കൊണ്ട് ആ പുതിയ നിയമ വിശ്വാസിക്ക് ഒരു കാര്യത്തിലും ജയമെടുക്കുവാൻ കഴിയുക ഇല്ല. ഞാൻ ആവർത്തിച്ച് ആത്മാവിൽ ദൈവസഭയോട് വിളിച്ചു പറയുന്ന ദൂതിതാണ്, യേശുക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജയം നിനക്ക് ലഭ്യമാകുമെന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. യേശുക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു ജയവുമില്ല, ഒരു അനുഗ്രഹവുമില്ല, ഒരു സൗഖ്യവുമില്ല, ഒരു ഉയർച്ചയുമില്ല, ഒരു ജീവിതവുമില്ല, ഒരു വിടുതലുമില്ല. എത്ര പേർക്ക് ഈ ദൂത്, ഈ പറയുന്ന വചനം മനസ്സിലാകുന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വെളിപ്പാട്, ദൈവ പൈതലിന്റെ ജീവിതത്തിലെ എല്ലാ വിടുതലിന്റെയും ആധാരം യേശുക്രിസ്തുവാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹത്തിന്റെയും, എല്ലാ സൗഖ്യത്തിന്റെയും, എല്ലാ ഉയർച്ചയുടെയും, എല്ലാ ജയത്തിന്റെയും പിൻപിൽ, നിത്യജീവന്റെ പിൻപിൽ, എല്ലാ വിടുതലിന്റെയും പിൻപിൽ യേശുക്രിസ്തുവാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൗലോസ് ആ വെളിപ്പാട് പറയുകയാണ്. വെളിപ്പാടിൽ ജീവിച്ച ആളാണ്, ദർശനത്തിനനുസരിച്ച് ചലിച്ച ആളാണ് പൗലോസ്. ആ പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, അണ്ടർലൈൻ ചെയ്യണം, യേശുക്രിസ്തു മുഖാന്തരം, ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ നമുക്ക് ജയം നൽകുന്ന ദൈവം ആരിലൂടെ തരത്തുള്ളൂ? യേശുക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് കുഞ്ഞെ ഒരു ദൈവപ്രവൃത്തി നീ ആഗ്രഹിച്ചാൽ നടക്കില്ല. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു കൂട്ടായ്മയില്ല, ഒരു കൂടിവരവില്ല. മനസ്സിലാക്കണം, യേശുക്രിസ്തു ഇല്ലാത്ത ഒരു കൂടിവരവ് ദൈവപ്രവൃത്തി നടക്കുന്ന കൂടിവരവല്ല. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് പറയുന്ന യേശുക്രിസ്തു ഇല്ലാത്ത, ആ യേശുക്രിസ്തു വരാത്ത, യേശുക്രിസ്തുവിനെ ഉയർത്താത്ത, ആ നാമത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു കൂടിവരവാണെങ്കിൽ അത് ദൈവമായിട്ട് ബന്ധമല്ല, പിതാവുമായിട്ട് ബന്ധമുള്ള കൂടിവരവല്ല. പിതാവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കൂടിവരവ് യേശുക്രിസ്തുവിലൂടെയാണ്. നാം പ്രാർത്ഥിച്ച് ആമേൻ പറയുമല്ലോ, ആ പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവില്ലെങ്കിൽ ആ പ്രാർത്ഥന ജൽപ്പനമാണ്. കാരണം എപ്പോഴാണ് നമ്മൾ ആമേൻ പറയുന്നത്? നാം പിതാവായ ദൈവത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറയുമ്പോഴാണ് അതിനടിയിൽ ആമേൻ വരുന്നത്. അപ്രകാരം തന്നെ, അങ്ങനെ തന്നെ. അപ്പോൾ ആ പ്രാർത്ഥന പൂർണ്ണമാകണമെങ്കിൽ അതിനകത്ത് ആര് വരണം? തന്റെ പുത്രനായ, നമ്മുടെ രക്ഷിതാവായ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരണം. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ മഹത്വം യേശുവിന് വെളിപ്പെടുന്നില്ലെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ഇഷ്ടം വെളിപ്പെടുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ പിതാവായ ദൈവത്തിന് സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ മാറ്റിവെച്ച് നമുക്കൊരു പ്രാർത്ഥന പറ്റില്ല. യേശുക്രിസ്തുവിനെ മാറ്റിവെച്ച് ഒരു ദൈവപ്രവൃത്തി പറ്റില്ല. കാരണം യേശു തന്നെ പറഞ്ഞു, യേശു പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. ഇപ്പൊ ശ്രദ്ധിക്കണം, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ഒരു രോഗി സൗഖ്യമാകണമെങ്കിൽ, അന്യായമായി നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ യേശു പറയാണ്, എന്റെ നാമത്തിലേ പറ്റൂ. ആ വെളിപ്പാട് പ്രാപിച്ച പൗലോസാണ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, വാക്കിനാലോ പ്രവർത്തിയാലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്താലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. കാരണം ആ നാമത്തിനാണ് ശക്തിയുള്ളത്. ആ നാമത്തെയാണ് ദൈവം ഉയർത്തിയത്. പിതാവ് ഉയർത്തിയത് ആ നാമത്തെയാണ്. ആ നാമത്തിന്റെ ആ ശക്തിയിലാണ് ദൈവപ്രവർത്തികൾ നടക്കേണ്ടത്.
അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് ആരാധനാലയത്തിലേക്ക് ആത്മാ നിറവ് നിന്നുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവർ 3-ാം അധ്യായത്തിൽ ദൈവാലയത്തിലേക്ക് 9-ാം മണി നേരത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ അവിടെ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യരുന്നുകൊണ്ട് ഭിക്ഷ യാചിച്ചു. അത് ഇവരെ നോക്കി ഭിക്ഷ യാചിച്ചപ്പോൾ അവന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പത്രോസും യോഹന്നാനും പറയുന്ന ഒരു കാര്യമുണ്ട്: വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നുണ്ട്, നസറേനായ യേശുവിന്റെ നാമം. ആ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യന്റെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു. ആ നാമം, അവന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയ നാമം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് തന്ന ദൂത് ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏതെങ്കിലും വിടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ യേശുവിനെ ഒഴിവാക്കിക്കൊണ്ട് ആ ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്നാൽ കാര്യമില്ല. യേശുവിനെ അതിനകത്ത് കേട്ട് യേശുവിലൂടെ മാത്രമേ ദൈവപ്രവർത്തികൾ നടക്കുകയുള്ളൂ. 4-മത്തെ കാര്യം, യേശുവിനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയില്ല. യേശുവിനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. കാരണം യേശു തന്നെ പറയുകയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. കാരണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിത്യജീവൻ പ്രാപിപ്പാൻ ഏകമാർഗം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചേ പറ്റൂ. നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കാരണം യേശു തന്നെ പറയുകയാണ്: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. അപ്പൊ പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: യേശുവിലൂടെ. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രയർ ലൈനിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ എന്നെ കേൾക്കുന്ന, ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ അടുത്ത ദിവസങ്ങളിൽ എന്നെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയട്ടെ: യേശുക്രിസ്തുവിലേക്ക് വാ, യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്ക്, യേശുക്രിസ്തുവിനെ ഉയർത്ത്. അവനാണ് എനിക്ക് വേണ്ടി മരിച്ച എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയവൻ. അവനാണ് എന്റെ പാപത്തെ, ഹല്ലേലൂയ, അതിന്റെ ശിക്ഷയായ മരണത്തിൽ തന്നെ വീണ്ടെടുത്തവൻ. ആ യേശുക്രിസ്തുവിലൂടെ നീ പിതാവിലേക്ക് പോ, പിതാവിനെ പ്രസാദിപ്പിക്ക്. അവിടെയാണ് ദൈവപ്രവർത്തികൾ നടക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഏത് ദൈവപ്രവർത്തിയും യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. യേശുവിനെ മാറ്റിവെച്ചൊരു ജയമില്ല, യേശുവിനെ മാറ്റിവെച്ചൊരു അനുഗ്രഹമില്ല, യേശുവിനെ മാറ്റിവെച്ചുകൊണ്ടൊരു രോഗസൗഖ്യമില്ല, യേശുവിനെ മാറ്റിവെച്ചുകൊണ്ടൊരു ഉയർച്ചയില്ല, യേശുവിനെ മാറ്റിവെച്ചുകൊണ്ടൊരു നിത്യജീവനില്ല, യേശുവിനെ മാറ്റിവെച്ചുകൊണ്ടൊരു സ്വർഗമില്ല, യേശുവിനെ മാറ്റിവെച്ചുകൊണ്ടൊരു വിടുതൽ ഇല്ല. അതുകൊണ്ട് ദൈവമക്കൾ, ദൈവസഭ കൂട്ടായ്മ ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരണം, യേശുവിന്റെ സ്വഭാവത്തിലേക്ക് മടങ്ങി വരണം, യേശുവിന്റെ മഹത്വത്തിലേക്ക് മടങ്ങി വരണം, യേശുവിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. അവിടെ മാത്രമേ ദൈവപ്രവർത്തികൾ നടക്കുകയുള്ളൂ. ഇതാണ് പൗലോസ് 15-ാം അധ്യായത്തിൽ പറയുകയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആരാധന വെളിപ്പെടണമെങ്കിൽ ജയം പ്രാപിക്കണം. ജയം പ്രാപിക്കണമെങ്കിൽ ത്രൂ യേശുക്രിസ്തുവിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയുക. ഇത് അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. കൊരിന്ത്യ സഭയോട് പറയുന്നത് അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ആ അനുഭവത്തിൽ ഒരിക്കൽ പൗലോസ് കൊരിന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 മാസം പ്രവർത്തിച്ചു. അക്വിലാസിനോടും പ്രിസ്കില്ലയോടും കൂടെ കൂടാരപ്പണി ചെയ്തുകൊണ്ട് അവിടെ യേശുക്രിസ്തു തന്നെ ദൈവമെന്ന്, അതായത് പ്രസംഗ വിഷയം. യേശുക്രിസ്തു തന്നെ ദൈവം, വേറൊരു പ്രസംഗമില്ല പൗലോസിന്. യേശുക്രിസ്തു തന്നെ ദൈവം, വേറെ ഒരു പ്രസംഗം പൗലോസിനില്ല. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 18-ാം അധ്യായം നമ്മൾ എടുത്താൽ അവിടെ പൗലോസിന്റെ പ്രസംഗം മുഴുവൻ യേശുക്രിസ്തു തന്നെ ദൈവം. അതിന്റെ 18-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം: ശീലാസും തിമോത്തിയോസും മക്കെദോന്യയിൽ നിന്ന് വന്നപ്പോൾ പൗലോസ് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് ശുഷ്കാന്തിയോടെ വചനപ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കണമേ, വളരെ ശുഷ്കാന്തിയോടെ ആവേശത്തോടുകൂടെ പൗലോസ് പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവാണ് ദൈവം, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവാണ് ദൈവം. അവിടെ കൊടുത്തിരിക്കുന്ന എങ്ങനെയാണ്? യേശു തന്നെ ക്രിസ്തു, കർത്തൃത്വം നടത്തുന്നവൻ, കർത്താവ് യേശുവാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളരെ ശുഷ്കാന്തിയോടെ പ്രസംഗിക്കുകയാണ്.
ആ പ്രസംഗിക്കുമ്പോൾ കൊരിന്ത്യയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. അവിടെ വന്നപ്പോൾ പ്രവർത്തിക്കുവാൻ തക്ക സാഹചര്യങ്ങളൊന്നുമില്ല. കൊരിന്ത്യ പട്ടണത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രവർത്തിപ്പാൻ തക്ക സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതിനുള്ളൊരു കൂട്ടായ്മ അവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു കുടുംബത്തെ അദ്ദേഹം കണ്ടു. കൂടാരപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തെ, ആ കുടുംബത്തോട് ചേർന്ന് കൂടാരപ്പണി ചെയ്തുകൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഹല്ലേലൂയ പൗലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശുവാണ് ക്രിസ്തുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനാണ് കർത്താവെന്നും അവനാണ് കർത്തൃത്വം നടത്തുന്നവനെന്നും അവനാണ് ജയം നൽകുന്നവനെന്നും അവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതായിട്ടാണ് 6-ാം വാക്യത്തിൽ കാണുന്നത്. അങ്ങനെ ശുഷ്കാന്തിയോടെ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എതിര് പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ റെസ്പോൺസ് ഉണ്ടായില്ല. കേൾവിക്കാർ വേണ്ട രീതിയിൽ അത് എടുത്തില്ലെന്ന് മാത്രമല്ല, ഇവനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ ചെയ്തത് വസ്ത്രം കുടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അവിടം വിട്ടു. ശ്രദ്ധിക്കണമേ, സ്വാഭാവികമായിട്ടൊരു നിരാശ പൗലോസിൽ വന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി, മാസങ്ങളായിട്ട് യേശു തന്നെ ക്രിസ്തു എന്ന് ആ യഹൂദന്മാരായിരിക്കുന്ന ആ കൊരിന്ത്യയിലുള്ള പട്ടണത്തിലുള്ള ആളുകളോട് വിവിധ മേഖലകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരത് സ്വീകരിക്കാതെ വല്ലാത്ത രീതിയിൽ എതിര് പറയുകയും അവനെ കയ്യേറ്റം ചെയ്യത്തക്ക രീതിയിൽ, അവനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തപ്പോൾ പൗലോസിന് വല്ലാത്ത വിഷമം തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ പ്രസംഗിക്കുകയില്ല, ഇനി നിങ്ങളുടെ മുമ്പ് ഞാൻ പ്രസംഗിക്കുകയില്ല. നിരാശ വന്നു, ദേഷ്യം വന്നു, പ്രസംഗിക്കയില്ല എന്ന് തീരുമാനമിട്ട് ഞാൻ ഇവിടെ വിടുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് മാറുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ കുറിവാക്യം അവിടെയാണ് 9-ാം വാക്യത്തിൽ ആ സമയത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ആ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നിരാശപ്പെട്ട് തന്നെ കയ്യേറ്റം ആളുകൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെറിയ തോതിൽ ഭയപ്പെട്ട് കാണും. അതുകൊണ്ടാണല്ലോ ആ വാക്യം അങ്ങനെ വന്നത്. ഭയപ്പെട്ട് നിരാശപ്പെട്ട് ഇനി ഇവിടെ പ്രസംഗിക്കത്തില്ലെന്ന് പറഞ്ഞ് ആവേശം വിടുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന പൗലോസിന്റെ അടുക്കൽ രാത്രിയിൽ ദർശനത്തിൽ ശ്രദ്ധിക്കണം, രാത്രിയിൽ 9-ാം വാക്യം, രാത്രിയിൽ ദർശനത്തിൽ കർത്താവ് പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസീദാസന്മാരോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ഈ ദൂത് കൈമാറുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ വിചാരിച്ചതുപോലെ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നതിന് നേരെ വിപരീതമായിട്ടാണ് സാഹചര്യം വെളിപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. കാരണം നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ യേശുവിന്റെ ശുശ്രൂഷയാണ്. നിങ്ങൾ ഉയർത്തുന്നത് യേശുവിനെയാണ്. നിങ്ങൾ ഏറ്റുപറയുന്നത് ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവാണെന്നാണ്, കർത്തൃത്വം നടത്തുന്നവനാണെന്നാണ്, എല്ലാറ്റിന്റെ മേലും അധികാരമുള്ളവനാണെന്നാണ്. എന്നെ സന്തോഷിപ്പിച്ച, എന്നെ ഇന്നും നടത്തുന്ന ഒരു ദൂത് ഇതാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. യേശുവിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. മാറിപ്പോകുന്ന ജനത്തെ നിങ്ങൾ യേശുവിൽ നിന്ന് അകലെയാണെന്ന് പറഞ്ഞ് അവരെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതെനിക്ക് പറ്റുന്ന അവസരങ്ങളിൽ, പറ്റുന്ന ഇടങ്ങളെല്ലാം ഞാൻ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്പോൺസ് നന്നായിരിക്കണമെന്നില്ല. എതിര് പറയുന്ന ആളുകളുണ്ട്, ദുഷിക്കുന്ന ആളുകളുണ്ട്, കയ്യേറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ദോഷം പറയുന്നവരുണ്ട്. പക്ഷെ ഈ വചനം എന്നെ ബലപ്പെടുത്തും. പൗലോസ് നിരാശപ്പെട്ടു, ഭയപ്പെട്ടു, കയ്യേറ്റം ചെയ്യുമോ എന്നുള്ള ചിന്തയിൽ, ഉപദ്രവിക്കപ്പെടുമോ എന്നുള്ള ചിന്തയിൽ പൗലോസ് ഇരിക്കുമ്പോൾ രാത്രിയിൽ ദർശനത്തിൽ പൗലോസിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നിട്ട്, യേശു ഇറങ്ങി വന്നിട്ട് പറയുക, നീ എന്റെ പണിയില്ലേ ചെയ്യുന്നത്, നീ ഭയപ്പെടണ്ട, മിണ്ടാതിരിക്കരുത്, പ്രസംഗിച്ചോ. കഴിഞ്ഞ നാളുകളിൽ ശുഷ്കാന്തിയോടല്ലേ പ്രസംഗിച്ചത്, ആ ആവേശം നഷ്ടപ്പെടുത്തണ്ട. ആ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 9-ാം വാക്യം, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, ആരെയാണോ നീ കർത്താവാക്കിയത് ആ കർത്താവ് നിന്നെ കൈവിടുന്ന ദൈവമല്ല. എനിക്ക് ആവേശം തരുന്ന കാര്യം അതാണ്. നീ യേശുവിനെ കർത്താവാക്കിയെങ്കിൽ, കർത്തൃത്വം നടത്തിയവനാക്കിയെങ്കിൽ, ആ കർത്താവിനെ നീ ഉയർത്തിയെങ്കിൽ, നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ ഭാരങ്ങളിൽ, നിന്റെ വേദനയിൽ, നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിന്നെ കൈവിടുന്ന ഒരു കർത്താവല്ല എന്റെ ദൈവം. ആര് മാറിപ്പോയാലും എന്റെ അനുഭവമാണ്. ആര് മാറിപ്പോയാലും മാറാത്ത ഒരു കർത്താവ്. എന്റെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് എന്നോട് സംസാരിക്കുന്ന, എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു യേശുവുണ്ട്.
ഞാൻ ആരെ ഉയർത്തുന്നോ, ആരെ പിൻപറ്റുന്നോ, അവൻ എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ശബ്ദം എന്നെ കേൾപ്പിക്കുന്നുണ്ട്. ഇവിടെയും അതാണ് പൗലോസേ, നീ ഭയപ്പെടണ്ട. അവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന പൗലോസിനോട്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിച്ചോ, ഭയപ്പെടാതെ പ്രസംഗിച്ചോ. അടുത്ത വാക്ക്, ഭയപ്പെടാതെ പ്രസംഗിക്കും, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അപ്പൊ നിന്നെ കയ്യേറ്റം ചെയ്യുമെന്നുള്ള ചിന്തയല്ലേ നിന്നെ ഭയപ്പെടുത്തിയത്? നിനക്കെതിരെ ദോഷം ചെയ്യുന്നവരുണ്ടെന്നുള്ളതല്ലേ നിന്നെ ഭയപ്പെടുത്തിയത്, നിന്നെ നിരാശപ്പെടുത്തിയത്? വേണ്ട എന്ന് തീരുമാനിച്ചത്, ഇവിടെ വിടാൻ തീരുമാനിച്ചതൊക്കെ അതിന് കാരണം അതല്ലേ വിഷയം. എന്നാൽ പൗലോസിനോട് കർത്താവ് ദർശനത്തിൽ വന്ന് പറയാണ്, നീ ഭയപ്പെടാതെ പ്രസംഗിച്ചോ, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആവേശം ഇതാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ട്, എന്റെ ഉറപ്പാണ്. ദൈവം എന്റെ കൂടെ ഉണ്ട്, യേശു എന്റെ കൂടെ ഉണ്ട്. അടുത്ത വാക്ക്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അപ്പൊ ദോഷപ്പെടുത്തുന്ന ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ? കയ്യേറ്റം ചെയ്യുന്ന ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ കയ്യേറ്റം ചെയ്യുകയില്ലെന്ന് പറഞ്ഞത്? ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് ഭയം വന്നപ്പോൾ അകത്ത് വന്നതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? ഇതെല്ലാം മാറ്റാൻ, ഭയം മാറ്റാൻ, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്താതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിന്റെ കൂടെ ഇരിക്കുന്ന ആരാണെന്നുള്ള ബോധ്യം നിനക്ക് കിട്ടിയാൽ മതി. ഇതിനകത്തെ ഏറ്റവും വലിയ കാര്യം എനിക്ക് അതാ തോന്നിയത്. അവന്റെ ആശ്വാസം ഇതാണ്, ഭയം മാറുന്ന കാര്യം ഇതാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. യേശു പറയാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, നിന്നെ ഭയപ്പെടുത്തിയിരുത്താൻ പറ്റുകയില്ല. മന്ത്രവാദ, ആഭിചാര, നേർച്ച, വാഴ്ച ശക്തികളോ, അന്യാരാധന ശക്തികളോ, ഇരുട്ടിന്റെ വ്യാപാര ശക്തികളോ, ദുർഭൂത ശക്തികളോ ഒന്നും ഒരു ദൈവം ഇതിനെ ഭയപ്പെടുത്തുകയില്ല. കാര്യം എന്താണെന്നറിയാമോ? ഈ വചനം, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുള്ള വചനം, ഇത് നിന്റെ ഈ പുസ്തകത്തിനകത്തല്ല, ഇതെന്റെ ഹൃദയത്തിനകത്ത് പതിഞ്ഞിരിക്കുകയാ. ആർക്കും അടർത്തിയെടുത്ത് കളയാൻ കഴിയാതെ, ആർക്കും മായ്ച്ചു കളയാൻ കഴിയാതെ ഇത് തങ്കലിപികളിൽ എഴുതി വച്ചിരിക്കുക, മാംസപ്പലകയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ആ വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 9-ാം വാക്യം, ശക്തനായ പൗലോസിനെ ഭയപ്പെടുത്തിയ, അവനെ കയ്യേറ്റം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന, ദോഷം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ജനത്തിന്റെ നടുവിൽ നിരാശയോടെ ഇരുന്ന പൗലോസിന്റെ അടുക്കൽ ദർശനത്തിൽ യേശു ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, കർത്താവ് പറയാണ്, ദർശനത്തിൽ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. ദേവദാസന്മാരെ, ഭയപ്പെടാതെ പ്രസംഗിക്കുക. മുൻപിലുള്ള ജനം കൈകൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, അവര് നല്ലത് പറയുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നീ യേശുവിന് വേണ്ടി നിൽക്കണം. വാതിലുകൾ തുറക്കാൻ ഒറ്റ മാർഗം അതേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് സഭയോട് പറയുന്നുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും, നിന്റെ ശക്തിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും, നിനക്കറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം. നിന്നെ വിളിച്ചിറക്കാൻ ദൈവത്തിനറിയാം. അവനറിയാം നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന്. പക്ഷേ അതറിയാവുന്ന ദൈവം പറയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും, നിനക്ക് ഒരു വാതിൽ തുറക്കാനുള്ള ശക്തിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നീ എന്റെ വചനം കാത്തവനായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ വാതിൽ തുറക്കും, ആർക്കും അത് അടയ്ക്കുവാൻ കഴിയുകയില്ല. ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്, പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. നിന്റെ ശക്തി കൊണ്ട് ചില വിഷയങ്ങൾക്ക് വിടുതലെടുക്കുവാൻ നിനക്ക് കഴിയത്തില്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ ദൈവത്തിന്റെ വചനം കാക്കുന്നവനാണെങ്കിൽ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ, നിനക്ക് വേണ്ടി ചില വാതിലുകൾ ദൈവം തുറക്കും. ഒരു ശക്തിക്കും അത് അടക്കാൻ കഴിയില്ല. അതാണ് വെളിപ്പാട് പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, ആർക്കും അത് അടയ്ക്കാൻ കഴിയില്ല. ഇവിടെയും 9-ാം വാക്യത്തിനകത്ത്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അടുത്ത വാക്ക് കിട്ടണമേ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഇപ്പൊ ആരും നിന്റെ കൂടെ വരുന്നില്ല എന്നുള്ളതല്ലേ എഴുതുന്നൊരു വിഷയം. ഭാരപ്പെടണ്ട. നീ പ്രസംഗിച്ചിട്ടും ആരും നിന്റെ കൂട്ടായ്മയിൽ വരുന്നില്ല എന്നുള്ളതല്ല നിന്റെ വിഷയം. അതല്ല നിന്നെ നിരാശപ്പെടുത്തിയത്, ഇവിടെ വിടാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഭാരപ്പെടേണ്ട, ഇവിടെ വളരെ ജനമുണ്ട്. നിനക്കല്ല, എനിക്ക്. ആൾക്കൂട്ടമല്ല എന്റെ കർത്താവിന്റെ വിഷയം. ആരുമില്ലെങ്കിലും
നിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി മാറിയാൽ, നിന്റെ നാവ് ദൈവത്തിന് വേണ്ടി നിന്നാൽ, നിനക്ക് വേണ്ടി അനുകൂലമാക്കുന്ന ഒരു ദൈവത്തെ അവിടെ കാണുവാൻ കഴിയും. നിന്റെ കൂടെ നിർത്തുവാൻ ആ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് കൈമാറുകയാ. ആവേശം തരുന്നൊരു ദൂതാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദോഷം ചെയ്യാൻ ആരെയും അനുവദിക്കുകയില്ല. ഇപ്പൊ ദോഷം ചെയ്യുന്നവരുണ്ട് കേട്ടോ. വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ 144 സങ്കീർത്തനത്തിനകത്ത് ദോഷകരമായ വാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ദോഷകരമായ വാൾ പ്രവൃത്തി ചെയ്യുന്നത്, ദോഷകരമായ പ്രവൃത്തി ചെയ്യുന്നവരുണ്ട് നമുക്കെതിരെ. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദോഷകരമായ നാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൂഷണം പറയുന്നവർ, ദോഷകരമായ നാവ്. നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മളെ കുറിച്ചൊക്കെ നല്ലത് മാത്രമാണ് പറയുന്നത്. ദോഷകരമായി പലത് കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ ദോഷകരമായ ചില ഗൂഢാലോചനകളും അങ്ങനെയല്ലേ. ദർശനമുള്ള സ്വപ്നമുള്ള യോസഫ് വരുന്നത് കണ്ടിട്ട് സ്വന്തം സഹോദരന്മാര് അവരെ കണ്ടിട്ട് ദൂരെ നിന്ന് കണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദാ വരുന്നു സ്വപ്നക്കാരൻ. യോസഫ് ഇതുവല്ലോ അറിയുന്നുണ്ടോ? ഇവനെ നമുക്ക് പിടിച്ചെന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. ഇവനെ വാഴാൻ അനുവദിക്കരുത്. ഇതൊന്നും ജോസഫ് അറിയുന്നില്ല. ദോഷകരമായ നാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദോഷകരമായ നാവുണ്ട്. അത് കൂട്ടായ്മയ്ക്കകത്തുണ്ട്, സഭയ്ക്കകത്തുണ്ട്, ദേശത്തുണ്ട്, ചർച്ചക്കാരിലുണ്ട്, ബന്ധുക്കളിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ദോഷകരമായ വാളുണ്ട്. ദോഷകരമായി പ്രവർത്തിക്കുന്നവര്, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവര്. പക്ഷേ ദൈവവചനം നമ്മുടെ അകത്തുണ്ട്. കാരണം കർത്താവ് പറയാണ്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷം ചെയ്യുകയില്ല, കാരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതാണ് 121-ാം സങ്കീർത്തനത്തിന്റെ 7-8 121-ാം സങ്കീർത്തനത്തിന്റെ 7-8 ഭാഗങ്ങളുണ്ട്. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. കാര്യം എന്താണെന്നറിയാമോ? അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഒരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. കാരണം നീ ആശ്രയിക്കുന്ന ദൈവത്തെയാണ്, നീ പിൻപറ്റുന്ന ദൈവത്തെയാണ്. 91-ാം സങ്കീർത്തനത്തിൽ അതാ പറയുന്നത്. 91-ാം സങ്കീർത്തനം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. അങ്ങനല്ലേ? അപ്പൊ നിനക്കൊരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വസിക്കുന്നത് അല്ലെങ്കിൽ സാധാരണക്കാരന്റെ അടുക്കലല്ല, അത്യുന്നതന്റെ. ദൈവത്തെ കുറിച്ച് ആ ഒരു വെളിപ്പാടുണ്ടോ ദൈവമേതലേ? നീ ആരാധിക്കുന്ന നിന്റെ ദൈവം അത്യുന്നതനാണ്, ഏറ്റവും ഉന്നതങ്ങളിൽ വസിക്കുന്നവനാണ്. 2, സർവശക്തന്റെ നിഴലിൻ കീഴിൽ നിനക്ക് ആ വെളിപ്പാടുണ്ടോ? നിന്റെ കൂടെയുള്ളവൻ സർവശക്തനാണ്. അങ്ങനെ ഉള്ളവരെ കുറിച്ച് അവർ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ യഹോവയെ കുറിച്ച് നീ പറയണം, വാഗൊണ്ട് പറയണം. ഈ വെളിപ്പാടുണ്ട് ദൈവത്തെ കുറിച്ച്. ഈ വെളിപ്പാടുള്ളവൻ വാഗൊണ്ട് പറയണം. അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. നീ പറയണം വാഗൊണ്ട്. നീ നിന്റെ ദൈവത്തെ ഉയർത്തണം നിന്റെ നാവ് കൊണ്ട്. നിനക്ക് വെളിപ്പാടുണ്ടെങ്കിൽ, ദൈവം ആരാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, അത്യുന്നതനാണ്, സർവശക്തനാണ് എന്റെ ദൈവം എന്ന ബോധ്യമുണ്ടെങ്കിൽ, നീ നിന്റെ നാവ് കൊണ്ട് നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രശ്നങ്ങളിൽ നീ പറയണം, അവൻ എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാണ് ഈ അത്യുന്നതൻ, ഈ സർവശക്തൻ. അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആ താഴെ കൊടുത്തിട്ടുണ്ട്. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ തന്നെ മറയ്ക്കും. അവന്റെ ചിറൻ കീഴിൽ നിന്ന് ശരണം പ്രാപിക്കും. താഴോട്ട് വായിക്കുമ്പോൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഭരിക്കുന്ന സംഹാരകനെ നിനക്ക് ഭയപ്പെടാനില്ല. നിന്റെ വശത്ത് 1000 പേരും വലതുഭാഗത്ത് 10,000 പേരും വീഴുമെങ്കിലും അവൻ നിന്നോട് അടുത്തു വരികയില്ല. ഭയപ്പെടാതെ ജീവിക്കുവാൻ വെളിപ്പാട്, ദൈവം ആരാണെന്നുള്ള, നിന്റെ കൂടെ ഇരിക്കുന്നവൻ ആരാണെന്നുള്ള അവന്റെ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച ദൈവം ഇതിൽ വാഗൊണ്ട് നിരാശയുള്ള വാക്കല്ല പറയേണ്ടത്, തീർന്നു എന്നല്ല പറയേണ്ടത്, നടക്കത്തിൽ എന്നല്ല പറയേണ്ടത്, ഒക്കത്തിൽ എന്നല്ല പറയേണ്ടത്, എല്ലാം പോയി എന്നല്ല പറയേണ്ടത്. ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ എന്റെ സങ്കേതമാണ്, അവൻ എന്റെ കോട്ടയാണെന്ന് പറയണം. കർത്താവ് എനിക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആരെന്ന് പറയണം. കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് പറയണം. 129-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ഇസ്രായേൽ പറയേണ്ടത് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ ബാല്യം മുതൽ അവർ എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ ജയിച്ചില്ല. ആര് പറയേണ്ട കാര്യമാ? ഇസ്രായേൽ. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെയൊക്കെ എന്നെ കൊണ്ടുപോയി ശത്രു.
തകർക്കാൻ പല പ്രാവശ്യം നോക്കി, എന്നിട്ടും ഞാൻ തകർന്നില്ല എന്ന് നീ നാവ് കൊണ്ട് പറയണം. ഇസ്രായേൽ ദൈവമക്കൾ പറയേണ്ട കാര്യമാണ്. 129 സങ്കീർത്തനം 1-ാം വാക്യം. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ അവർ എന്നെ ബാല്യം മുതൽ ഉപദ്രവിച്ചു. അത് ദോഷകരമായ നാവ് കൊണ്ടായിരിക്കാം, ദോഷകരമായ വാള് കൊണ്ടായിരിക്കാം. എന്നാൽ എനിക്കൊരു ദോഷവും പറ്റിയില്ല. അതിന് കാരണമുണ്ട്. ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ എന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കുന്ന തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും. ഓ, അവന്റെ വിശ്വസ്തത പരിചയം പലകയുമായിട്ട് എനിക്ക് വെളിപ്പെടും. അതുകൊണ്ട് രാത്രിയിലെ ഭയമാകട്ടെ, പകൽ പറക്കുന്ന അസ്ത്രമാകട്ടെ, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയാകട്ടെ, ഉച്ചയ്ക്ക് സമയം സംഹാരകനാകട്ടെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഞാൻ ഭയമില്ലാതെ ജീവിക്കും. കാര്യമെന്താ? എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഇതാണ് 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്. കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നു പോയാലും ഒന്നും ഭയപ്പെടുകയില്ല. കൂരിരുൾ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ പോയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ രാജാവായിരിക്കുന്നത് കൊണ്ടോ, ഇസ്രായേലിന്റെ ചക്രവർത്തിയായിരിക്കുന്നത് കൊണ്ടോ, സൈന്യം എനിക്ക് അനുകൂലമായിരിക്കുന്നുണ്ടല്ല, പിന്നെയോ അവൻ എന്നോട് കൂടെ ഇരിക്കുന്നു. ആരാണ് അവൻ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എന്റെ ഇടയൻ യഹോവ യാഹ്, അവൻ എന്റെ ഇടയനാണ്. അവൻ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ദൈവമക്കൾ വാഗൊണ്ട് പറയണം. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, സാത്താൻ കൊണ്ടുവരുന്ന കെണികളുടെ നടുവിൽ പറയണം, ഇല്ല, ഞാൻ വീഴുകയില്ല, ഞാൻ വീഴുകയില്ല. നീ ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തെ മഹത്വപ്പെടും. ശത്രുവിന്റെ മുൻപിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. യേശു എന്ന നാമത്തെ നീ ഉയർത്തണം. അല്ലേ, അവിടെയെല്ലാം യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പൗലോസിനോട് പറഞ്ഞതുപോലെ നീ ഭയപ്പെടാതെ പ്രസംഗിച്ചോ. കഴിഞ്ഞ നാളുകൾ ശുഷ്കാന്തിയോടെ പ്രസംഗിച്ചില്ലേ? ആവർത്തിച്ച് പ്രസംഗിച്ചോ. യേശു തന്നെ ദൈവമെന്ന് പ്രസംഗിച്ചോ, യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിച്ചോ. കാരണം ആ വാക്കിലൂടെ തന്നെ രോഗികൾ സൗഖ്യമാകും, ആ വാക്കിലൂടെ ഭൂതങ്ങൾ പുറത്താകും, ആ വാക്കിലൂടെ അനുഗ്രഹങ്ങൾ വരും. വിളിച്ചു വരുത്തി തരും ദൈവം. ആ വാക്കിലൂടെ കർത്താവ് ഉളവാക്കി തരും. എത്ര പേർക്ക് ബോധ്യമുണ്ടോ? ഒരിക്കൽ കൂടെ ഞാൻ ആ വചനം മാത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും വിഷയത്തിൽ തോറ്റു നിൽക്കുന്നെങ്കിൽ, പരാജയപ്പെട്ടു നിൽക്കുന്നെങ്കിൽ, ദൈവാത്മ വീണ്ടും എനിക്കൊരു ദൂത് വരുന്ന യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ, യോശുവയെ നീ ഭയപ്പെടണ്ട. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിനകത്ത്, യോശുവയെ നീ ഭയപ്പെടണ്ട, വിഷാദിക്കുകയും അരുത്. നീ ഭയപ്പെടുക, യഹോവ യോശുവയുടെ അരുളിച്ചത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. അപ്പൊ ഭയവും വന്നു, വിഷാദവും വന്നു. കാര്യം എന്താ? നിരന്തരമായി ജയിച്ചിങ്ങനെ മുൻപോട്ട് പോകുക. യെരിഹോ വീഴുന്നു, യോർദാൻ പിൻവാങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നയിച്ച് ജയത്തോടുകൂടെ ഇങ്ങനെ പോയി. പക്ഷെ ചെറിയൊരു പട്ടണമായ ഹായി പട്ടണത്തിന് മുമ്പിൽ പരാജയപ്പെട്ട്, ആ പരാജയം വന്നപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്ന അവസാനം ചെറിയ വിഷയങ്ങളിൽ പരാജയം വന്നത് അറിഞ്ഞിട്ട് അത് കണ്ടപ്പോൾ നിരാശപ്പെട്ട് വിഷാദിച്ചിരിക്കുന്ന, ഭയന്നിരിക്കുന്ന ആ യോശുവയുടെ അടുക്കലേക്ക് യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ ദൈവം, നീ ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് കൂടിയുണ്ട്. മോശയോട് കൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കുമെന്ന് ദൂത് പറഞ്ഞ, വാഗ്ദത്തം പറഞ്ഞ അതേ ദൈവം 8-ാം അധ്യായത്തിൽ ഭയന്നിരുന്ന, വിഷാദിച്ചിരുന്ന അങ്ങനെ അവിടെ കൊടുത്തിരുന്നത്, വിഷാദിച്ചിരുന്ന യോശുവയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, യഹോവ യോശുവയോട് നീ ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വാക്ക് മാറിയിട്ടില്ല. ഇന്ന് ഈ സമയത്ത് തന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ജീവിതത്തിലെ തോൽവികളുടെ നടുവിൽ ഏതെങ്കിലും പ്രാർത്ഥന മറുപടി ലഭിക്കാതെ നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തലമുറയെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കൈമാറുള്ള ദൂത് ഇതാണ്: നിന്നോടുകൂടെ ഞാനുണ്ട്. ദൈവം നിന്നോടുകൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശു നിന്റെ കൂടെയുണ്ട്. നീ അത് വിശ്വസിച്ചുകൊണ്ട് ആ നാമത്തെ ഉയർത്തി മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ദൂതന് മുൻപിൽ സമർപ്പിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. അവൻ ശക്തിയുള്ള, എൻ്റെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. അവൻ എന്നോട് പറഞ്ഞ ദൂതെല്ലാം നിവർത്തിയാകും. അവന്റെ കരുതൽ ഞാൻ വിശ്വസിക്കുന്നു, അവന്റെ സംരക്ഷണയിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ജയമുണ്ടെന്ന് എത്ര പേർ ആവർത്തിച്ച് വാഗുണ്ട് പറയും. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് തോൽവിയല്ല, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ജയമുണ്ട്. കാരണം എൻ്റെ യേശു തോറ്റവനല്ല, എൻ്റെ യേശു ജയിച്ചവനാകൊണ്ട് ജയിച്ചവനിൽ വിശ്വസിക്കുന്നവനെല്ലാം ജയിക്കാൻ പോകുക. അവനിലൂടെ നാം ഉയർത്തപ്പെടാൻ പോയി. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? അങ്ങനെയുള്ളവർ, പ്രാർത്ഥന ആവശ്യമുള്ളവർ ദയവായിട്ട് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ കാണുകയാണ്. ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ വിശ്വാസത്തിൽ എത്ര പേർ മുൻപോട്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകളുടെ
വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരമായി എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തലമുറകളും അനുഗ്രഹിക്കപ്പെടണം. ഞാൻ അത് വിശ്വസിക്കും. ഞാൻ അനുഗ്രഹിക്കുന്നവനാണ്. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നവനാണ്. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കും. രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറും. അസ്ഥികളുടെ മേലും ഞരമ്പുകളുടെ മേലും രക്തധമനികളുടെ മേലും ത്വക്കിന്റെ മേലും ഒക്കെ വ്യാപരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകും. ആ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളിൽ നടക്കും. നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ ദൈവപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുവൻ മഹത്വവും യേശു കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് അടിയെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ.